ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ടൂറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ നേരെ കോഴിക്കോടിലാണ് പോയത്. പോകുന്ന വഴി നമ്മൾ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമൊക്കെ കണ്ടേ. നല്ല രസമുണ്ടായിരുന്നു. നീണ്ടു നടക്കുന്ന ഗ്രൗണ്ടായിരുന്നു. നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലോട്ട് പോയി. നല്ല രസമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ കുറേ ഷെല്ലൊക്കെ അവിടുന്ന് കളക്ട് ചെയ്തു. പക്ഷേ കൂടുതലും ജീവനുള്ള ഷെൽസാണ് അവിടെ കാണാനുള്ളത്. അവിടുത്തെ ബീച്ചിൻ്റെ കളർ ഭയങ്കര ചെളി. അത് ഞാനിപ്പോൾ കാണിക്കാറ്. അവിടുന്ന് കുറച്ച് കർണാടകയിലെ ഫ്രണ്ട്സിനെ കിട്ടി. ആ ചേട്ടന്മാരെ കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു ചാനൽ. പിന്നെ നമ്മൾ ചുരണ്ട ഐസ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം സാധനം കഴിച്ചു. പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. എൻ്റെ അണ്ണാക്ക് പൊളിച്ച് ഞാൻ അങ്ങ് അകത്തോട്ടിട്ട് പ്രശ്നമായി. ചെറുക്കെ കയറി ചുമച്ച് ചത്തു. അത് കഴിഞ്ഞ് കോഴിക്കോടിലെ ഉപ്പേരി അലുവയൊക്കെ കിട്ടുന്ന കടയിൽ പോയി അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ ചുരം കയറി. അടിപൊളി വ്യൂ ആയിരുന്നു. കുരങ്ങനെ കണ്ടു. ഞാൻ ഫോൺ റിസ്ക് ചെയ്തിട്ടാണ് കുറേ അങ്ങനെ കുറേ നേരം അവിടുത്തെ വ്യൂ അവിടുന്ന് കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ഈ ടൂറിൻ്റെ മെയിൻ കാര്യങ്ങൾ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിളൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് അവിടെയാണ് കുരങ്ങനുള്ളത്. പിന്നെ നമ്മൾ ഒരു ലേക്ക് വ്യൂ, അവിടെ ഒരു വലിയ മലയെണ്ണ ചക്ക തിന്നുന്ന കണ്ടു. നല്ല രസമായിരുന്നു. ഞാൻ ഒരു കിളിയുടെ വിസിലും വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഫിഷ് പാ ചെയ്തു. നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ കാലിട്ടിട്ട് നല്ല വലിയ മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഞാൻ 2 തവണ ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്. പിന്നെ നമ്മൾ നേരെ കാജി ഇന്ത്യ എന്ന് പറഞ്ഞ ഹണി മ്യൂസിയത്തിലോട്ട് പോയി. അവിടെ ഒരു ഹണിയുടെ ജീവിത സൈക്കിൾ മൊത്തം ഉണ്ടായിരുന്നു. അവിടെ കുറേ മൈൻഡ് റിലാക്സിങ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതിൽ ഞാൻ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ കാറിൻ്റെ റിലാക്സിങ് സംഭവം, ഇത് നല്ല രസമായിരുന്നു. അവിടെ കുറേ വുഡൻ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഹണിയും. നമ്മൾ 2 ഹണിയൊക്കെ വാങ്ങിച്ചായിരുന്നു. കുറേ ഹണി ടെസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. ഇതാണ് ഹണി മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. നല്ല രസമാണ് കയറുന്നത് കാണാൻ വേണ്ടി. അവിടെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും കുറേ വലിയ പോപ്പുലർ സയൻറ്റിസ്റ്റൊക്കെ തേനിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് സൈക്കിൾ ഫുൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് തേനീച്ചകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മ്യൂസിയത്തിൽ പോയി നോക്കി. ലൈഫ് സൈക്കിൾ മൊത്തം ഇതിലുണ്ട്. പിന്നെ ഈ ഷോർട്സ് ഇനി പാർട്ട് 3 വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ഇടണേ. ഈ ഷോർട്സിൻ്റെ ലക്ഷ്യം ഒരു 100 ലൈക്കാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ.